ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മേലിൽ ഇത്തരം നെറുകേട് പറഞ്ഞു പോകരുത്. പറഞ്ഞാൽ ആ നാവ് ഞാൻ പിഴുതെടുക്കും. ആ തെണ്ടിച്ചക്കനോടൊപ്പം പപ്പന്ന് ചെലച്ചു നടക്കേണ്ട അവസ്ഥ ഉണ്ടാക്കരുത്. നെറുകെട്ടവളെ. ഈ രാത്രി ഇനി എവിടെ ചെന്ന് അന്വേഷിക്കാനാ? മനോജ്, വായി നോക്കാൻ പോയവരൊക്കെ തിരിച്ചു വന്നോളും. എനിക്ക് വിശക്കുന്നു. കഴിക്കാൻ എന്തെങ്കിലും വേണം. മനോജ്, എനിക്ക് വിശക്കുന്നു. അടുക്കളയിലൊന്നുമില്ല. ഭക്ഷണം എന്തെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്ത് തരാം. അത് വേണ്ട. അങ്ങനെ ഹോട്ടൽ ഭക്ഷണം കഴിക്കാനായിരുന്നെങ്കിലേ വരുന്ന വഴിക്ക് കഴിക്കായിരുന്നല്ലോ. എനിക്ക് ഇവിടെ പാചകം ചെയ്ത ഭക്ഷണം മതി. ഹരിതേ, വെറുതെ മനുഷ്യനെ വട്ടുപിടിപ്പിക്കരുത്. അടുക്കളയിലൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? ഉണ്ടാക്കി വെച്ചിട്ടില്ലെങ്കിൽ നീ ഉണ്ടാക്കി തരണം. നിന്റെ തള്ള ആഹാരമൊന്നും ഉണ്ടാക്കി വെക്കാതെ കറങ്ങാൻ പോയിരിക്കുമല്ലേ? നീ എന്തോ ആലോചിക്കുന്നേ? മോളുടെ വിശപ്പ് മാറ്റിത്തരാന്ന് പറഞ്ഞ. വീട് പണിയുടെ കണക്കുകൂട്ടലുകളായിരിക്കും. പ്രകാശേട്ടാ. കേട്ടു. എല്ലാ കാര്യങ്ങളിലും കൃത്യമായ കണക്കുകൾ വേണം. വീട് പണിയാ. കണ്ണും തെറ്റിയാലേ ലക്ഷങ്ങളാ നഷ്ടപ്പെടാൻ പോകുന്നത്. ഭാഗ്യത്തിന് സിമന്റിന് കുറച്ച് വില കുറവുണ്ടായിരുന്നു. അതിൽ ലാഭം വന്നപ്പോ കമ്പിക്ക് അങ്ങോട്ട് വില കൂടി. ഹോ, എന്തൊരു ടെൻഷൻ പിടിച്ച പരിപാടിയാ ഇതൊക്കെ. ഇത്രയും വലിയൊരു വീട് വെക്കാനുള്ള പണം എവിടെ നിന്നുണ്ടായി എന്ന ചോദ്യത്തിന് പ്രകാശേട്ടൻ മറുപടി തന്നിട്ടില്ല. അതൊന്നും നീ അന്വേഷിക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞതാ. 1000 വട്ടം ചോദിച്ചാലും ആ മറുപടിയേ ഉള്ളൂ. വീട് വെക്കുന്നത് ഭാര്യയ്ക്കും ഭർത്താവിനും കുടുംബത്തിലുള്ളവർക്കും ജീവിതകാലം മുഴുവൻ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നതിന്. വീട് വെച്ച പണത്തിന്റെ ഉറവിടം എന്താണെന്നറിയാൻ അവകാശം ഉള്ളതുകൊണ്ടാ ചോദിക്കുന്നത്. അതറിയാതെ ആ വീട്ടിനകത്ത് നിന്ന ഒരു സമാധാനക്കേടായിരിക്കും. അതെന്താ പ്രകാശേട്ടൻ ചിന്തിക്കാത്തത്? ഞാനൊരു ഭാര്യയാ. മനസമാധാനം ഉണ്ടാകില്ല പോലും. കാൽ കാശിന് വകയില്ലാത്ത നിന്റെ അമ്മ ലക്ഷക്കണക്കിന് സ്ത്രീധനം കൊണ്ടുവന്ന് മറിച്ചിട്ടൊന്നല്ലോ ഞാൻ വീടുണ്ടാക്കുന്നത്. പിന്നെന്തിനാടി നിനക്കൊരു സമാധാനക്കേട്? ജീവിതത്തെക്കുറിച്ചുള്ള എന്റെ വ്യക്തമായ കാഴ്ചപ്പാടും കഠിനാധ്വാനം കൊണ്ടുണ്ടാക്കിയ പണം കൊണ്ടാ ഞാൻ വീട് വെക്കുന്നത്. അതൊക്കെ മനസ്സിലാക്കി ഭർത്താവിന്റെ തോളോടുകൂടി ചേർന്ന് നിൽക്കേണ്ടവളാ. സമാധാനം ഉണ്ടാവില്ല, ഐശ്വര്യമുണ്ടാവില്ല എന്നൊക്കെ വിളിച്ചു കൂവി കല്ലുകടി ഉണ്ടാക്കുന്നത്. മാതൃകാ ഭാര്യയാണ് പോലും. എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാ ചോദിക്കുന്നത്. അച്ഛന് വീട് വെക്കാൻ വേണ്ടി ഊർമിളാന്റി കുറെ പണം കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ആ പണം ബാങ്കിലിടാൻ കൊണ്ടുപോയപ്പോ ആരോ മോഷ്ടിച്ചോണ്ടുപോയി. ആ മോഷണം മുതല് ഈ വീട്ടിൽ വന്ന് ചേർന്നിട്ടുണ്ടോന്ന് എനിക്ക് അറിയേണ്ടത്. പ്രകാശൻ കട്ടും മോഷ്ടിച്ചും കൊണ്ടുണ്ടാക്കിയതാണെന്നാണോ നിന്റെ വിചാരം? നിങ്ങൾ അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും. ഒരു ഗതിയില്ലാത്തവൾക്ക് കേറിക്കിടക്കാൻ ഒരു കൂരയുണ്ടാവുമ്പോ അപവാദം പറഞ്ഞു വരുത്തി മുടക്കാൻ നോക്കുന്നു. മേലിൽ ഇത്തരം നെറുകേട് പറഞ്ഞു പോകരുത്. പറഞ്ഞാൽ ആ നാവ് ഞാൻ പിഴുതെടുക്കും. ആ തെണ്ടിച്ചക്കനോടൊപ്പം പപ്പന്ന് ചെലച്ചു നടക്കേണ്ട അവസ്ഥ ഉണ്ടാക്കരുത്. നെറുകെട്ടവളെ.
നീ ചെയ്തു തന്ന ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല മോളെ. അത്രയ്ക്ക് വലിയ ഉപകാരമൊന്നും ഞാൻ ചെയ്തില്ല അമ്മേ. ഡോക്ടർ പറഞ്ഞത് ഓർമ്മയില്ലേ? സമയത്ത് ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ട് ജീവൻ രക്ഷിക്കാനായെന്ന്. ഹാ, മോള് വന്നില്ലായിരുന്നെങ്കിൽ സിറ്റ് ഔട്ടിൽ ആരും കാണാനും കേൾക്കാനും ഇല്ലാതെ ചക്രശ്വാസം വലിച്ച് ഞാൻ ഒടുങ്ങുമായിരുന്നു. ശേ, അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ അമ്മേ. ദൈവം എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഞാനല്ലെങ്കിൽ മറ്റാരെങ്കിലും അമ്മയെ സഹായിക്കാൻ ഇവിടെ എത്തുമായിരുന്നു. അത്രയ്ക്ക് നല്ല മനസ്സാ അമ്മയുടേത്. മോള് പോയിക്കോളൂ. അല്ല, അങ്ങനെ അങ്ങ് പോയാൽ ശരിയാവില്ലല്ലോ. അകത്തേക്ക് വരെ ഞാൻ കൊണ്ടാക്കാം. ഞാൻ സഹായിക്കാം. വാ അമ്മേ. ഓ, അത് വേണ്ട മോളെ. നിന്നെ കണ്ട ഹരിതയ്ക്ക് അത് ഇഷ്ടാവില്ല. അവള് വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറയും. അതൊന്നും സാരമില്ല. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അത് ഞാൻ കേട്ടോളാം. എന്തായാലും ഈ അവസ്ഥയിൽ അമ്മ ഒറ്റയ്ക്ക് വിടാൻ മനസ്സ് വരുന്നില്ല. എന്നാലും എന്താ അമ്മേ? എന്നെ സഹായിച്ചതിന്റെ പേരിൽ അവള് നിന്നെ ഇല്ലാത്തതും പൊല്ലാത്തതും ഒക്കെ പറഞ്ഞു കേട്ടാ എനിക്കത് സഹിക്കില്ല മോളെ. ഡോക്ടർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, എനിക്ക് ടെൻഷൻ ഉണ്ടാകാൻ പാടില്ല. ഒരു തരത്തിലും മനസ്സ് വേദനിപ്പിക്കരുതെന്നാ ഡോക്ടർ പറഞ്ഞത്. ഇനി ഞാൻ അകത്തേക്ക് കൊണ്ടാക്കുന്നതാണ് അമ്മയുടെ വിഷമത്തിന് കാരണമെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുന്നില്ല. അമ്മ ഒറ്റയ്ക്ക് തന്നെ പൊക്കോ. ദാ, ഇത് ഡോക്ടർ തന്ന ഗുളിക. ആഹാരത്തിന് ശേഷം ഒരു ഗുളിക കഴിക്കാൻ മറന്നു പോരുത്. രാവിലെ വേദന തോന്നുന്നെങ്കിൽ മാത്രം ദേ ഈ ഗുളിക കഴിച്ചാ മതി. ദാ അമ്മേ, പേഴ്സ്. ശരി മോളെ, അമ്മ എല്ലാം കൃത്യമായി കഴിച്ചോളാം. ശരി, എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. മാനത്തെ കൊട്ടാ